ഈ ജോബ് എന്ന് പറയുന്ന ആള് MSc M.Ed കഴിഞ്ഞ് നാട്ടില് ട്യൂഷനായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞിട്ട് ആള് ഒരു പ്രമുഖ പാലായിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ പോയിരിക്കുമായിരുന്നു ആള്. ആലപ്പുഴ ഒരു പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവിടെ ആൾക്ക് ഒരു 6 മാസം മുമ്പ് ഒരു സസ്പെൻഷൻ കിട്ടി. അത് മറ്റൊന്നിനുമല്ല, സ്വത്ത് ലഭിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി സുഹൃത്തായ ജോബിനെ ഇരയാക്കി എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഒരു ഭർത്താവുള്ള സമയത്ത് തന്നെ നല്ല ഫ്രണ്ട്സായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. പിന്നെ വിവാഹത്തെക്കുറിച്ച്, അതായത് ഒരുമിച്ച് ജീവിക്കാൻ, കാരണം ഷെർലി ഒരുപാട് കാലം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരുപാട് കാലമല്ല, 6 മാസങ്ങളോടായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കും ഒരു കൂട്ട് വേണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത്, അതായത് ജോബിൻ എന്ന് പറയുന്നത് നല്ല ജോലി ഉണ്ടായിരുന്നു, അധ്യാപകനായിരുന്നു. പക്ഷേ അതിനിടയിൽ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം ആ ജോലിയിൽ നിന്ന് ആൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഷെർലി എന്നും ജോബിൻ എന്നും പറയപ്പെടുന്ന ആൾ മരണമടഞ്ഞിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങളാണ് പല ചാനലുകളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് ഷെർലിയെക്കുറിച്ചോ അതല്ലെങ്കിൽ ജോബിനെക്കുറിച്ചോ പ്രത്യേകിച്ച് ആർക്കും അറിയില്ല. അവരെ അങ്ങനെ ഒരാൾ, ഷെർലി എന്ന് പറയുന്ന ഒരാൾ ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു എന്നതൊഴിച്ചാൽ വലുതായിട്ടൊന്നും ഷെർലിയെ ആർക്കും അറിയില്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ വിവരമനുസരിച്ചാണ്, ഫ്രണ്ട്സ് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്നിച്ചിതറിപ്പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ജോബിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളുടെ വോയിസ് സന്ദേശം നമുക്ക് ലഭിച്ചു. അത് പറയുന്നതിൻ്റെ മുമ്പ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇവരൊരു കാലത്ത് നല്ല ഫ്രണ്ട്സായിരുന്നു, ഒരു ഭർത്താവുള്ള സമയത്ത് തന്നെ നല്ല ഫ്രണ്ട്സായിരുന്നു. പിന്നെ ഇവർക്ക് കാര്യമായിട്ട് അറിയാമായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവർ പുതിയ വീട്ടിൽ, ഇപ്പം മരിച്ച വീട്ടിലേക്ക് മാറുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന ഒരു സന്ദർശകൻ മാത്രമായിരുന്നു ഈ ജോബിൻ എന്നുള്ളത്. ജോബിന് ഇവരും തമ്മിൽ പ്രണയമോ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷെ അവർ തമ്മിൽ പണ ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് ജോബിനും ഷെർലിയും തമ്മിൽ പിന്നെ പ്രണയമുണ്ടായിരുന്നു. പിന്നെ വിവാഹത്തെക്കുറിച്ച്, അതായത് ഒരുമിച്ച് ജീവിക്കാൻ, കാരണം ഷെർലി ഒരുപാട് കാലം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരുപാട് കാലമല്ല, 6 മാസങ്ങളോടായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കും ഒരു കൂട്ട് വേണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത്, അതായത് ജോബിനൊരു പ്രത്യേക ഇഷ്ടം ഷെർലിയോട് പുലർത്തിയിരുന്നു. ആ ഇഷ്ടത്തിൻ്റെ മേൽ മാത്രമല്ല, ഒരുപാട് പണ ഇടപാടുകളും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം ഈ ജോബിൻ കുറച്ചു കാലങ്ങളായിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അവരെ ചില പ്രശ്നങ്ങളൊക്കെ അയാൾക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള MA M.Ed ഒക്കെ പഠിച്ചിട്ടുള്ള നല്ല വിവരമുള്ള ഒരാളാണ്. പിന്നെ ഈ ജോബിൻ എന്ന് പറയുന്നത് നല്ല ജോലി ഉണ്ടായിരുന്നു, അധ്യാപകനായിരുന്നു. പക്ഷേ അതിനിടയിൽ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം ആ ജോലിയിൽ നിന്ന് ആൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പണത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ആ സമയത്ത് ഷെർലി ആയിരിക്കാം സഹായിച്ചിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരുപക്ഷെ ഷെർലി വിവാഹത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അവരൊരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചോ സംസാരിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമായിട്ട് അവർക്കിടയിൽ വലിയ കശപിശകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇയാളെക്കുറിച്ച് ഫ്രണ്ട്സിനോട് പറയുകയും തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഷെർലി സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അത് ഒരു സാമ്പത്തിക തർക്കം തന്നെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. ഒരു സാമ്പത്തിക തർക്കം ആവേണ്ട കാര്യമില്ല. കാരണം ഷെർലി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉള്ളതാണ്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും ജീവൻ ഒടുക്കേണ്ടതും കാര്യമില്ല. അതല്ലാതെ തന്നെ മറ്റെന്തൊക്കെയോ അവർക്കിടയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് പോട്ടെ. ഇപ്പം
ഷെർലിയെക്കുറിച്ച് നാട്ടുകാർക്ക് അറിവുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും പിന്നെ ചെടികളൊക്കെ നനച്ച് പിന്നെ സ്നേഹത്തോടെ പരിചരിച്ച് കൊണ്ടെടുക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ പുറത്തു നിന്ന് ആരെങ്കിലും നോക്കുന്ന സമയത്ത് നോക്കിക്കാണുമ്പോൾ ഈ സ്ത്രീ എപ്പോഴും ചെടികളൊക്കെ പിന്നെ വളരെ സംരക്ഷിച്ച് പിന്നെ വളർത്തു മൃഗങ്ങളെയൊക്കെ വളരെ സ്നേഹിച്ച് പിന്നെ വളരെ ആഡംബരമായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ്. പിന്നെ നല്ല മോഡേണായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ്. പക്ഷെ അവർ പുറത്താരോടും അധികം സംസാരിക്കുകയോ അവരെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുക, അതായത് അവരെ പിന്നെ ജീവിത സാഹചര്യങ്ങളോ അതല്ലെങ്കിൽ അവർക്കുള്ള വേദനയോ അതല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാണുമ്പോൾ ഒരു ചിരി മാത്രം, അതിൽ ഉപരി അവരിൽ നിന്ന് അയൽവാസികൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ ഇപ്പം ജോബിനെ കുറിച്ച് അടുത്തറിയുന്ന ഒരാളൊരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷെർലിയുമായിട്ട് വളരെ മോശമായിട്ടുള്ളൊരു ബന്ധം, അതായത് ഒന്നും ഇല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നൊരു പയ്യനാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ജോലിക്കൊന്നും പോവാതെ അലസമായിട്ട് നടക്കുന്ന ഒരാളാണ് എന്നൊരു തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന പിന്നെ അല്ലെങ്കിൽ ജോബിനെയും ഷെർലിയെയും മനഃപൂർവ്വം ആരോ കൊന്നതാണ് എന്ന തരത്തിൽ, അതായത് അപായപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പം പുറത്ത് വന്നത്. അതെന്താണെന്ന് നമുക്കിപ്പം നോക്കാം. ഓക്കെ. ഈ ജോബ് എന്ന് പറയുന്ന ആള് MSc MD കഴിഞ്ഞ് നാട്ടില് ട്യൂഷനായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞിട്ട് ആള് ഒരു പ്രമുഖ പാലായിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ പോയിരിക്കുകയായിരുന്നു ആള്. ആലപ്പുഴ ഒരു പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവിടെ ആൾക്ക് ഒരു 6 മാസം മുമ്പ് ഒരു സസ്പെൻഷൻ കിട്ടി. അത് മറ്റൊന്നുമല്ല, ഒരു കുട്ടിയെ സ്ട്രിക്റ്റ് ആയിട്ട് അതായത് ഫോൺ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞതിന് ഫോൺ മാറ്റി വെച്ചു. അപ്പം അങ്ങനത്തെ അതിന് അവൻ്റെ മാതാപിതാക്കൾ ശക്തമായിട്ട് പരാതി പോയി. അങ്ങനെ ആൾക്ക് സസ്പെൻഷൻ കിട്ടുമായിരുന്നു. ആദ്യം മാനേജ്മെൻറ്റ് ജോബിൻ്റെ കൂടെ നിന്നു, അത് ഇനി പിന്നീട് നിന്നില്ല. അവിടുത്തെ അധ്യാപക ദിനത്തിൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ സാറിന് കാണാം, അത് യൂട്യൂബിലുണ്ട്, ഞാൻ തപ്പിട്ട് അയച്ചു തരാം. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് ജോബ് സാറെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ അത്രയ്ക്ക് പിള്ളേരൊരിക്കലും ഇതായിരുന്നു. പിന്നെ ആൾ ഭയങ്കര സ്ട്രിക്റ്റും കണിശക്കാരനുമായിരുന്നു. ഈ പുള്ളി ഒരാളെ കൊല്ലത്തില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതിന് ആൾക്കാർ കൂടിയിട്ട് ഇടയ്ക്ക് നിർത്തിച്ചായിരുന്നു. എന്ന് വെച്ചാൽ കാണുന്നോടത്തല്ല, പിന്നെ വീട്ടിലോട്ടൊരു കാല് വയ്യാത്ത ഒരു തെരുവ് നായനെ കൊണ്ടുവന്ന് വളർത്തുകയും അങ്ങനെ ഒരു കാരുണ്യമുള്ള ഇതാണ്. പിന്നെ ഇവനെ ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ആരാന്ന് എനിക്കറിയത്തില്ല. കൊലപാതകം ഇവൻ പറയുന്നത് MD പഠിക്കാൻ നേരത്ത് BEd MSc ഫിസിക്സ് ആണ് പുള്ളി പഠിച്ചത്. MSc പഠിക്കാൻ നേരത്ത് 13 പെണ്ണുങ്ങൾ നടുക്കൊരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ട്യൂഷൻ കുറഞ്ഞുകൊണ്ട് പുള്ളി പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഒരു സാലറി ബേസിൽ എക്സ്പീരിയൻസ് കയറണമെന്നുള്ള ആഗ്രഹം തോന്നി കയറിയതാണ്. ഇതാണ് ഇതിന് പിന്നിൽ. ഈ കൊലപാതകത്തിൻ്റെ ഇത് ക്ലോസ് ചെയ്യാനുള്ളൊരു ഇതാണ് അവിടെ നിന്നവർ കണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടു നിന്നൊരു മോർച്ചറിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും കണ്ടവർ പറഞ്ഞു ആരാണ്ട് എടുത്ത് പൊക്കിയ പോലെയുണ്ട്. പിന്നെ ഇത് തൂങ്ങി നിൽക്കുന്നത് കാലുമുട്ട തൂങ്ങി ചാനുള്ള ഇതല്ല. അത് പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഭാരം കാരണം താഴെ നിലത്ത് മുട്ടിയിരുന്നു. അപ്പം ഇതൊരു കൊലപാതക ഇതാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു വലിയ ഫോൾഡോ ഒന്നും ഇല്ലാത്തവരെ ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാനില്ല. സാജൻ സാർ ഒന്ന് ഇടപെടുവാണ് നല്ലതായിരിക്കും. സാമ്പത്തിക ഇടപാട് വല്ലതും കാണുമായിരിക്കും, പക്ഷെ കൊന്നിട്ടില്ല. പക്ഷെ ഇതെന്തോ ഇതിനകത്ത് ആള് നിന്ന് ചതിച്ചു കൊന്നിരിക്കുന്നതാണ്. ഇതൊരു പെണ്ണയെ സാമ്പ് ആരും അന്വേഷിക്കത്തുമില്ലല്ലോ. അപ്പം മാത്രമല്ല, എല്ലാ ഓൺലൈൻ ചാനലിലും കഥകൾ ഇറങ്ങി. അപ്പോൾ പിന്നെ ആരും ഇതിൻ്റെ പുറകെ റെക്കമെൻഡ് ചെയ്യാനും കാണത്തില്ല, ഒന്നുമില്ല. സാർ ഇതിനകത്തൊന്ന് ഇടപെടണമെന്ന്. അപ്പം ഇങ്ങനെയാണ്. ആരും ചോദിക്കാനും പറയാനും വലിയ ഹോൾഡൊന്നും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ആള് മാന്യനാണ്, വിദ്യാസമ്പന്നനാണ്, ഒരു അധ്യാപകനായിരുന്നു, കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. പക്ഷെ നല്ലൊരു കണിശക്കാരനാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു കൊലപാതകം നടത്താനുള്ള പിന്നെ മനോധൈര്യം ഉണ്ടാവില്ല, അല്ല അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ല. അത്രയും നീചനായിട്ടുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേസിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. കാരണം പിന്നെ ഷെർലി എന്ന് പറയുന്ന ആൾക്ക് പിന്നെ ഭർത്താവിൻ്റെ വകുപ്പിൽ നിന്നും ഒരുപാട് സ്വത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ
ഇവരെ അപായപ്പെടുത്താനും പുറത്ത് നിന്ന് തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സ്വത്ത് ലഭിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അപ്പോൾ അതിനു വേണ്ടി സുഹൃത്തായ ജോബിനെ ഇരയാക്കി എന്നാണ് ഇവർ പറയപ്പെടുന്നത്. നന്നായിട്ടൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസിന് തെളിവുണ്ടാകും എന്ന തരത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ അങ്ങനെയുമാവാം, ഒരുപക്ഷെ ഇങ്ങനെയുമാവാം. കാരണം ജോബിന് ഈ സ്ത്രീയെ കൊല്ലേണ്ട കാര്യം ഉണ്ടോ എന്നും ഒരു വശത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. മറുവശത്ത് ഈ സ്ത്രീക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുറത്തു നിന്നും മറ്റൊരു ശത്രു ഉണ്ടായെന്നും വരാം. നന്നായിട്ടൊരു കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൊലപാതകമായിട്ടും മാറാം. അതല്ലെങ്കിൽ നമ്മളൊക്കെ സംശയിച്ചതുപോലെ തന്നെ ഒരു പ്രണയത്തിൻ്റെയോ അതല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിൻ്റെയോ പേരിൽ ഒരാളെ കൊന്ന് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലും വരാം. എന്തായാലും ഈ ഒരു കേസ് നന്നായിട്ട് അന്വേഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രതി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടുക തന്നെ വേണം. ഓക്കെ, താങ്ക് യു.